2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്കൊരു വേലി കിട്ടിയത്. അതപ്പോൾ ചുമ്മാ അങ്ങനെ കളയാൻ പറ്റുമോ? താഴെയും മേളിലോട്ടൊക്കെ തുണിയുണ്ട് കേട്ടോ. ഈ തുണി ഇട്ടിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് താഴെ പോയി പെരയ്ക്കകത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. കണ്ടോ, നല്ല മഴമേഘമുണ്ട്. എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തുണി അവിടെ ഇട്ടിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇടാമല്ലോ, കാറ്റോട്ടം കിട്ടി അങ്ങ് ഉണങ്ങിയാലോ. പിന്നെ വെറുതെ ഇരിക്കേണ്ട. നമ്മുടെ പെരയുടെ മണ്ടയ്ക്കാന്നേ കോവലുള്ളത്. മഴ പെയ്തപ്പോഴത്തേക്ക് കുറച്ചൊക്കെ അളിഞ്ഞൊക്കെ പോയി. എന്നാലും ഉള്ളതൊക്കെ പറിച്ചെടുത്തു കേട്ടോ. ഇപ്പം വല്ല കോവയ്ക്കോടെ വലിയ മൈൻഡൊന്നും ഇല്ല. കഴിശേഷം അടുത്തു കിട്ടുന്നത് ഞങ്ങൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഇപ്പോൾ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വലിയ മൈൻഡൊന്നും ഇല്ല. പിന്നെ ദേണ്ട അയ്യം കണ്ടോ, മൊത്തം പോച്ച കയറി കാട് പോലായി. മഴ പെയ്ത ഇങ്ങനൊരു ഗുണമുണ്ട്, പാമ്പിനും ചേരയ്ക്കൊക്കെ സ്വസ്ഥമായിട്ടിരിക്കാം. പുളിയൊക്കെ പഴുത്തു തുടങ്ങി കേട്ടോ. ഇനി പുളി പഴുത്താലാണ് വലിയ പണി. പിന്നെ ഈ ഫാഷൻ ഫ്രൂട്ട് കണ്ടോ, ഞങ്ങൾ താഴെ വിശാലമായ പന്തലൊരുക്കി കൊടുത്തതാണ്. അതിനകത്ത് അങ്ങോട്ട് പടരാൻ വയ്യ. അതുകൊണ്ട് അത് മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയ. ഇവനാണ് നമ്മുടെ താരം അബിയു. ഡിസംബർ മാസമേ കായ്ക്കത്തുള്ളൂ കേട്ടോ. പിന്നെ മാങ്കോസ്റ്റിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ഞാനാ നോക്കുന്നത് കേട്ടോ. നിൽക്കുന്ന നമ്മുടെ റോബസ്റ്റ പഴം വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു ഗുണമുണ്ട്, അതിനകത്ത് 2 കാ പഴുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് എന്താ, വവ്വാല് കൊണ്ടുവന്ന മുമ്പേ അതങ്ങ് വെട്ടാൻ പറ്റി. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ മക്കളെ. ടാറ്റ ബൈ ബൈ, വീണ്ടും കാണാം.